സ്ഥിരം VC നിയമനത്തിൽ ഗവർണറെ നേരിട്ട് നിലപാട് അറിയിക്കാൻ സർക്കാർ. മന്ത്രിമാർ നാളെ ഗവർണറെ കാണും. മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവുമാണ് ഗവർണറെ കാണുക. അതേസമയം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി രാജ്ഭവനിൽ എത്തണമെന്ന രാജ്ഭവൻ നിർദ്ദേശം സർക്കാർ തള്ളിയിട്ടുണ്ട്. രാജ്ഭവനിലെത്താൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് രേഖാമൂലം അറിയിപ്പ് ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വാക്കുകളിലേക്ക് വരാം. അതിനു മുമ്പ് ഹാൻസ് ജോൺ ഉണ്ട് തിരുവനന്തപുരത്തു നിന്നും. ഹാൻസ്, ഈ പറഞ്ഞതുപോലെ നാളെ മന്ത്രിമാർ നേരിൽ കണ്ട് ഈ കാര്യങ്ങളൊക്കെ ധരിപ്പിക്കാനായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതിനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഈ കാര്യങ്ങളിൽ സർക്കാരിന് എന്നുള്ളത് ആദ്യത്തെ കാര്യം. മാത്രമല്ല, ഇന്ന് ഉച്ചയ്ക്ക് 3:30 ഈ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി രാജ്ഭവനിൽ എത്തണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അതിനെ സർക്കാർ തള്ളിയിട്ടുമുണ്ട്. രാജ്ഭവനിൽ എത്താൻ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് രേഖാമൂലം അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് അതിനെ തള്ളുന്നതുമുണ്ട്. അതായത് മന്ത്രിമാർ തന്നെ നേരിട്ട് പോയി ഇക്കാര്യങ്ങൾ നേരിട്ട് ധരിപ്പിക്കുകയും അതിലൂടെ ഒരു സമവായത്തിൽ എത്താമെന്നുള്ള പ്രതീക്ഷയാണോ സർക്കാരിനുള്ളത്? എന്താണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും സംഗീത, ഈ വിഷയത്തിൽ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ സ്ഥിര VC നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. കാരണം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഉത്തരവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. സുപ്രീം കോടതി പറഞ്ഞത് സർവകലാശാലകളിൽ, കേരളത്തിലെ സർവകലാശാലകളിൽ സ്ഥിരമായി VCകളെ നിയമിക്കണം. കൂടാതെ സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം ഈ VCയെ നിയമിക്കാനായിട്ട്. അതിനോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനോട് യോജിച്ച് നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരുമായി കൂടിയാലോചനകൾ നടത്തിയതിനു ശേഷം വേണം ഇത്തരത്തിൽ VCയെ നിയമിക്കാൻ എന്ന് സുപ്രീം കോടതി അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർക്ക് നേരിട്ട് കത്തയച്ചു. ഈ കത്തിൽ പറഞ്ഞിരുന്നത് അടിയന്തരമായി സർവകലാശാലകളിൽ സ്ഥിരമായി VCയെ നിയമിക്കണം. ഇതിന് കൂടിയാലോചന നടത്താനായി മന്ത്രിമാരായ പി രാജീവിനെയും ആർ ബിന്ദുവിനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി കത്തയച്ചത്. പക്ഷേ ഈ കത്ത് തള്ളിക്കൊണ്ട് ഗവർണർ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിച്ചു. KTU ഡിജിറ്റൽ സർവകലാശാലകളിൽ ഡോക്ടർ K ശിവപ്രസാദിനെയും ഡോക്ടർ സിസ തോമസിനെ നിയമിച്ച് ഉത്തരവിറക്കി. പിന്നാലെയാണ് ശക്തമായ എതിർപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. ഇത്തരത്തിൽ ഈ സുപ്രീം കോടതി ഉത്തരവിന്റെ ലംഘനമാണ് ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത്. സർക്കാരിന്റെ പാനലിൽ നിന്നല്ല VCയെ നിയമിച്ചതെന്നടക്കമുള്ള എതിർപ്പ് മുഖ്യമന്ത്രി വീണ്ടും നേരിട്ട് ഗവർണറെ അറിയിക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഗവർണറുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ നേരിട്ട് വിളിപ്പിച്ച് ഒരു കൂടിക്കാഴ്ചയ്ക്ക് നിയോഗിച്ചത്. പക്ഷേ ഈ കൂടിക്കാഴ്ചയും ഇപ്പോൾ സംസ്ഥാന സർക്കാർ തള്ളി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ടായിരുന്നത് പോലെ തന്നെ ആദ്യം മന്ത്രിമാർ നേരിട്ട് ഗവർണറുമായി കൂടിയാലോചന നടത്തും. സംസ്ഥാനത്ത് എത്തരത്തിൽ സർവകലാശാലകളിൽ സ്ഥിര VCമാരെ നിയമിക്കാൻ കഴിയും എന്നുള്ള നയം, സർക്കാരിന്റെ നയം ആദ്യം ഗവർണറെ ബോധ്യപ്പെടുത്തും. പിന്നീടായിരിക്കും ഉന്നത വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരെ സർക്കാരിന്റെ അനുവാദത്തോടുകൂടി രാജ്ഭവനിലേക്ക് അയക്കുക. അതിനുശേഷം മാത്രമേ ഒരു സമവായ നീക്കത്തിലേക്ക്, അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാട് ഗവർണറെ അറിയിച്ചതിന് ശേഷം മാത്രമേ ഒരു സമവായത്തിലേക്കുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ. കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. എന്താണെങ്കിലും നാളെ മന്ത്രിമാർ ഗവർണറെ കാണും.